ഗൈസ് എല്ലാവർക്കും ലുക്കർസ് ഡെയിലീസ് ആക്കണം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോലി. അപ്പോൾ ഇന്നൊരു കിഡിൽ സ്പോട്ടിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വിശേഷങ്ങൾ വഴിയെ പറയാം. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇത് എലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങൾ ഇതുവഴിയാണ് ആ ഒരു സ്പോട്ടിലോട്ട് പോകുന്നത്. ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്, ഒരു 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഒരു റൂട്ട് ഇളമ്പലിൽ നിന്ന് നരിക്കിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇതുവഴി നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ടൊരു വഴിയുണ്ട്. ഇതാണ് മരങ്ങാട് ഓർത്തഡോക്സ് ചർച്ച്. ഈ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി അങ്ങോട്ട് ചെറിയ ടാർട്ട് റോഡാണ്. ഇതുവഴി നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോട്ടവട്ടം അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ റോഡിൽ കൂടെ തന്നെ നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇവിടെ നമ്മളിപ്പോൾ കോക്കാട് റോഡിലോട്ട് ചാടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നല്ല പരന്ന റോഡാണ്, നല്ല കട്ടറൊന്നും ഇല്ലാത്ത റോഡാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് വലത്തോട്ടാണ് പോകേണ്ടത്. എന്നാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വഴി തെറ്റിപ്പോയി. ഞാൻ സ്ട്രെയിറ്റ് അങ്ങ് പോയി. ക്യാമറാമാനെ പുറകെ നിന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ഒരു റൂട്ടിലോട്ട് ചാടി. ഇനി ഇടത് ഭാഗത്ത് കനാലൊക്കെ ഉണ്ട്. കാടാണ്, കാണാൻ പറ്റാത്തതാണ്. ഈ ഒരു ഇടത് സൈഡ് കനാലാണ്. അതുപോലെ തന്നെ നല്ല കട്ടറുള്ള റോഡായിരുന്നു. പകുതിയോളം തന്നെ നമുക്ക് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സൂക്ഷിച്ചൊക്കെ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഒരു പരുവാകും. പിന്നെ മറ്റേ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മൊത്തം ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല പാലങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു റൂട്ടാണ്. പക്ഷേ കട്ടറാണ് നമുക്ക് മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ചക്കുവരക്കൽ ക്ഷേത്രത്തിനവിടെ എത്തിയിട്ട് ഇവിടുന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ കൊട്ടാരയ്ക്ക് വരുന്നവർക്കാണെങ്കിൽ ഇടത്തോട്ട് വരുന്നതാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ അടുത്തൊരു പാലത്തിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇത് കുറച്ച് പാലങ്ങളായിട്ട് പോകുന്ന റൂട്ടിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന പാലം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പാലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ലൊക്കേഷനിലോട്ട് നമ്മൾ ചെല്ലുന്നത്. ഫൈനലി നമ്മൾ ആ ഒരു ലൊക്കേഷനിലോട്ട് എത്താറായിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഫൈനലി നമ്മളങ്ങനെ ആ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് തലച്ചിറ വലിയ പാലം. ഇവിടെ അത്യാവശ്യം നല്ല പ്ലേസ് ഉള്ള സ്ഥലമാണ്. ഇതിനിടയിൽ കൂടെ ഒരു കനാലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ, രണ്ട് സൈഡിലായാലും തോട്ടവും അതുപോലെ തന്നെ വയലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കാണാൻ നല്ലൊരു കിടിലം വ്യൂ ഉള്ളൊരു പ്ലേസാണ്. ഇവിടെ അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഞാനിവിടെ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ ക്യാമറാമാൻ്റെ കൂടെയും എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ ജസ്റ്റ് ചില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈവനിങ് ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ബെസ്റ്റ് പ്ലേസാണിത്. ഈ സ്ഥലത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ പുനലൂരിൽ നിന്നും ചക്കുവരക്കൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരോട് ചോദിച്ചാലും ഈ ഒരു വലിയ പാലത്തിലോട്ടുള്ള റൂട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അഥവാ കൊട്ടാരയ്ക്ക് നിന്ന് വരുന്നവർക്കാണെങ്കിൽ നമ്മുടെ ചിരട്ടക്കോണത്തിൽ നിന്നും ആരോട് ചോദിച്ചാലും വലിയ പാലത്തിലേക്കുള്ള റൂട്ട് ആരും പറഞ്ഞു തരുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു അറിയപ്പെടുന്ന സ്ഥലം തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.